ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വലിയ സംഭവം ഇന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ദേവര സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഈ ഒരു സിനിമയിൽ. എന്ന് വെച്ചാൽ കൊരട്ടാല ശിവയുടെ പടമാണ്. പിന്നെ അതുപോലെ തന്നെ ജൂനിയർ NTR, അതുപോലെ സൈഫ് അലി ഖാൻ, ജാൻവി കപൂർ, അപ്പൊ അവരെല്ലാം ഈ പടത്തിൽ വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇതിനകത്ത് 2 സോങ് ഇറങ്ങിയിട്ടുണ്ട്. 2 സോങ്ങും ഹിറ്റായിരുന്നു. അതിന് പ്രധാനം നമ്മുടെ അനിരുദ്ധാണ് ഇതിനകത്ത് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ജൂനിയർ NTRന്റെ പടത്തിൽ നമ്മുടെ അനിരുദ്ധിന്റെ BGM ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം. കടൽ പ്രദേശമായിട്ട് കുലവുമില്ല, മതവുമില്ല, ഭയം അതവർക്ക് അറിയില്ല. ധൈര്യമല്ലാതെ മറ്റൊന്നും അറിയാത്ത കണ്ണുകളിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭയത്തെ അന്ന് കാണാൻ കഴിഞ്ഞു. ആരേതിനൊക്കെ ഉത്തരവാദി? അതൊരു നീണ്ട കഥയാണ് സർ. രക്തത്തിൽ എഴുതിയ കഥ, ഞങ്ങളുടെ ദേവരയുടെ കഥ. മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള ധൈര്യമാണ്, അല്ലാതെ കൊല്ലാനുള്ള ശക്തിയല്ല. നിങ്ങൾ എന്റെ വാക്ക് ധിക്കരിച്ച് ധൈര്യം കാട്ടാൻ തയ്യാറായ ആ ധൈര്യത്തെ തീർക്കുന്ന ഭീകരനാവും ഞാൻ. നീ ഉള്ളിടത്തോളം കാലം ഈ മലയിൽ നീ പറയുന്നതാണ് വാക്ക് ദേവര. ദേവരയെ കൊല്ലണമെങ്കിൽ ശരിയായ സമയം മാത്രം, ശരിയായ ആയുധം കയ്യിൽ വേണം. ഇപ്പൊ നോക്കിയാലും കൊച്ചു പിള്ളേരെ പോലെ പേടിത്തൊണ്ടന. അവൻ എനിക്ക് കെട്ടാൻ കഴിയും. അപ്പൊ നീ മലയുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞ? അവരെന്നെ ബാക്കി വെക്കൂ. അവന് അവന്റെ അച്ഛന്റെ രൂപം മാത്രമേ ഉള്ളൂ, ധൈര്യം കെട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ ജോലി കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു വരും. ഒരു എടുത്തിയേറ്റക്കാരനായതുകൊണ്ടായിരിക്കും അയാൾ പോയത്. ദേവര കടലിലേക്ക് ഇറങ്ങിയിട്ട് 2 വർഷം തികയുകയാണ്. കണ്ണടച്ചാലും തുറന്നാലും കടലിനടി കണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഭയത്തെ മറന്ന് ഇത്തരം ജോലികൾക്ക് കടലിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ കണ്ണിൽ ഭയമായി മാറുകയാണ്. സൂപ്പർ മേക്കിംഗ് അല്ലെ? മേക്കിംഗ് കിഡിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്കൊക്കെ അറിയാം, ഇത് ആർട്ട് വർക്കിനകത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കാണാൻ ഒരു രസമുണ്ട് അല്ലെ? മൊത്തത്തിൽ ആ ഒരു ഡയലോഗ്സ് ഒക്കെ ഒരു മാസ സിനിമയ്ക്ക് പറ്റിയ അടിപൊളി ഡയലോഗ്സ് ഒക്കെയാണ്. ഒരുപാട് പറയാനുണ്ട് ഈ സിനിമയെ പറ്റി. ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ വിഷ്വലിന്റെ കാര്യമാണെങ്കിലും, പിന്നെ ഇതിനകത്ത് ആ ഒരു സ്ക്രീൻ കാണിച്ചിരുന്ന കുറെ ഷോട്ടുകളുണ്ട്. അടിപൊളി നല്ല നല്ല ഷോട്ടൊക്കെ ഇതിനകത്ത് കാണാനുള്ളത്. പിന്നെ ആക്ഷൻ സീക്വൻസ് സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ജൂനിയർ NTRന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അച്ഛന്റെയും മകന്റെയും കഥയാണ്. അപ്പം എനിക്കൊന്ന് ഇത് നോർമൽ മാസപടത്തിനകത്ത് വരുന്ന ചെറിയ സ്റ്റോറിയൊക്കെ തന്നെ ആയിരിക്കാം ഇത്. ഇപ്പം അച്ഛൻ ഭയങ്കര ധൈര്യശാലി, മകൻ പിന്നീട് ഭയത്തോടെ നിൽക്കുന്നു. പക്ഷെ എനിക്കൊന്ന് പിന്നീട് എന്തെങ്കിലും ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മകൻ ധൈര്യത്തോടെ പക്കയാണ്. അതെ 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 അതെ. എന്തുവായാലും പിന്നെ അനിരുദ്ധിന്റെ BGM എടുത്തു പറയേണ്ട സംഭവമാണ്. അതിനകത്ത് ആദ്യം ഒരു ചെറുതായിട്ടൊരു എഴുത്തിൽ പോലെ നമുക്ക് ഫീൽ ചെയ്തെങ്കിലും പിന്നെ അങ്ങോട്ട് ഈ NTRന്റെ ആ ഒരു വരവോടുകൂടി പിന്നെ BGM ഇട്ട് നല്ല കിടിലായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ഇപ്പൊ സിനിമയ്ക്കകത്തും എനിക്കറിയാം പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കത്തില്ല. ഇപ്പൊ തന്നെ ചെറിയൊരു സീനാണെങ്കിൽ തന്നെ പുള്ളിയുടെ BGM ഇട്ടുമ്പോൾ അത് വേറെ ലെവലിലേക്കാണ് ആൾക്കാരിലേക്ക് അത് എത്തുന്നത്. അത് അനിരുദ്ധിന്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കുറെ മാസപടങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാസപടത്തിനകത്ത് ഇപ്പൊ ഏറ്റവും കണ്ടിരുന്നു അനിരുദ്ധിന്റെ BGM പക്കാനാണ്. അപ്പൊ എന്തായാലും പാർട്ട് 1 ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. നല്ല സിനിമയായിരിക്കാനാണ് നമ്മളെ പ്രതീക്ഷ. പിന്നെ ജൂനിയർ NTRന് ഇപ്പൊ ഒരുപാട് സ്വീകാര്യത കേരളത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഹിറ്റ് ആവുന്ന കാര്യം സംശയമില്ല. അപ്പം നല്ലൊരു ട്രെയിലർ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.